അഞ്ജു. പേര് കൂട്ടി ചേർത്ത് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തന്ന പേര്. അവളുടെ കൈ പിടിച്ച് അഹങ്കാരത്തോടെ നടന്ന ദിവസങ്ങൾ. ക്ലാസ്സിലെ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടി. എപ്പോഴാണ് ആ സന്തോഷം പോയത്? എപ്പോഴാണ് ആ ഭംഗി പോയത്? എപ്പോഴാണ് അവളിൽ കുറവുകൾ നിറഞ്ഞത്? എങ്ങനെയാണ് അവളെ മടുത്തു തുടങ്ങിയത്? അറിയില്ല. എന്നാലും അവളിനി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലെന്തോ കൊളുത്തി വലിക്കുന്ന പോലെ. ഇല്ല, എനിക്ക് പുല്ലാണ്. പോകുന്നോളൂ, പോട്ടെ. നിനക്കിനി എന്താ വേണ്ടത്? വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. നീ സന്തോഷമായിട്ട് ജീവിക്കും. 5 കൊല്ലത്തെ പ്രണയ നാടകത്തിന്റെ കൂലിയായിട്ട് ഞാൻ എൻ്റെ ജീവിതം കൊടുത്തോളാം. അജു, നീ ചൂടാവാതെ കാര്യങ്ങളെ കുറച്ചും കൂടി സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലാതെ എന്തെങ്കിലും നീ എന്നെ ഒന്ന് ആത്മാർത്ഥിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? വഴക്കിടാതെ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ അജു? കോളേജ് കഴിഞ്ഞ് ജോലിക്ക് കയറിയാലെങ്കിലും നീ കുറച്ച് ഓക്കെ ആവുന്നാണ് ഞാൻ വിചാരിച്ചേ. ഇങ്ങനെ നമ്മളെ രണ്ടുപേരുടെയും ജീവിതം തൊലയാതെ പിരിയുന്നതാ നല്ലത് അജു. അതിനി എൻ്റെ ഭാഷയിൽ തേപ്പെന്ന പേരെങ്കിൽ അങ്ങനെ തന്നെ. തേപ്പെന്നല്ലാതെ ഈ പുണ്യപ്രവൃത്തിക്ക് എന്താണാവോ പേര്? നീ പോയി നിന്നെ സ്നേഹിക്കുന്ന ആളെ കണ്ടുപിടി. എന്നിട്ട് അവനെയും തേച്ചിട്ട് വരുമ്പോ അടുത്ത ആള്. എല്ലാവരുടെ മുമ്പില് ഞാൻ ജോക്കർ, വെറും കോമാളി. അജു, ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട് എൻ്റെ പ്രശ്നം എന്താന്നുള്ളത്. മറ്റുള്ളവരുടെ മുന്നിൽ നിനക്ക് സ്വന്തം മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അജു? നിന്നെ എങ്ങനെയാ സ്നേഹിച്ചതെന്ന് എനിക്കറിയാം. അതിൻ്റെ ആഴം ഇപ്പം തന്നെ വിട്ടു പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ സഹിച്ചേനെ. എപ്പോഴെങ്കിലും നീ എന്നൊന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ. ഓരോ ദിവസം കഴിയുമ്പോൾ എൻ്റെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ ഇനി എനിക്ക് വയ്യ അജു. ആ പാവ അമ്മയെങ്കിലും നീ ഒന്ന് സ്നേഹിക്കാൻ നോക്ക്. എന്റെ വീട്ടുകാരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം തൽക്കാലം. അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കാൻ നീ ആരടി? ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. കേട്ടോടി? എൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ആ അമ്മയ്ക്ക് എന്നും ഞാനുണ്ടാവും. അച്ഛൻ പറഞ്ഞ ആലോചന ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. അത് പറയാനാ വീണ്ടും ഞാൻ എന്നെ വിളിച്ചേ. കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും എന്നോട് പറഞ്ഞാൽ എനിക്ക് ശീലം. അതുകൊണ്ട് അറിയാതെ വിളിച്ചു പോയതാ. ഇനി ഞാൻ വിളിക്കില്ല. വെച്ചിട്ട് ഇറങ്ങി പോടി. ഗുഡ് ബൈ അജു. ഓട്ടോ വന്ന് അങ്ങനെയല്ലേ?
അയ്യോ. ഹലോ എന്താണ്ടാ ഹലോ നീ ഇത് എവിടെയാണ്? നിന്നെ എത്ര നേരമായി വിളിക്കണു? ഹലോ 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 എന്താണ്ടാ നീ ആളെ കളിയാക്കാണ്? ഇന്നലെ രാത്രി തുടങ്ങിയതാണ് നിന്നെ വിളിക്കാൻ. അളിയ അളിയ നീ എന്തെടുക്കണപ്പോ? അളിയ ക്ഷമിക്ക്, ഇന്നലെ അടിച്ച ഓഫായി പോയി. ഇവിടെ സെറ്റാണ്, 2 ദിവസം നമുക്ക് പൊളിക്കാം. നിങ്ങളെ ഇവിടെ എത്തുമ്പോൾ വിളിക്ക്. ഞാനേ ഡ്രൈവിങ്ങിലാണ്, ഓഫീസിലെത്താൻ വൈകി. പിന്നെ ഫോണ് വെക്കല്ലേ? വെടിമരുന്നൊക്കെ റെഡിയല്ലേ? ഇവിടെ ദീപൊക്കെ അനിയൊന്നും എന്നെ നിർത്തി പൊറപ്പിക്കില്ലാന്ന്. എടാ ഇന്ന് രാത്രി സാമ്പിൾ വെടിക്കെട്ട്. എടാ നിങ്ങൾ എത്തിയിട്ട് വിളിക്ക്, എല്ലാം ഞാൻ ഏറ്റു. ഓ റെഡി. അഞ്ജുവിൻ്റെ കാര്യം ഇവരോട് പറയണ്ടേ? വേണ്ട, നാണക്കേട്. ഞാൻ അഞ്ജുവിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നോ, ഐ ഹേറ്റ് ഹർ, ഐ ഡിസേർവ് ബെറ്റർ. എല്ലാം സെറ്റ്. എടാ വേഗം വിട്, പോവാ. എടാ ജിത്തു, നമ്മള് പോകുന്നതേ അവനൊരു ബുദ്ധിമുട്ടാവൂ? നീ എന്താണ്ടാ ഈ പറയണത്? അവന് നാട്ടിലാകെയുള്ള 3 ഫ്രണ്ട്സാണ് നമ്മള്. നമ്മളല്ലാണ്ട വേറെ ആരെ പോവേ? സത്യം പറഞ്ഞാൽ അജുന്റെ ഫ്ലാറ്റിലിരുന്ന് വെള്ളടിക്കുന്ന യാത്ര. ഫ്ലാറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് വേണ്ട, അത് വേണ്ട. രാത്രി അജുവിന്റെ ഫ്ലാറ്റ്, ആ ഒരു ആംബുലൻസ്, അതാണ് ഒരു രസം. ആംബുലൻസ് അല്ല, ആംബിയൻസ്. പോടാ മൈഗ്രേന്. ഇതെന്താ കയ്യില്? ഇത് എന്റെ വീട്ടിലുണ്ടായ പഴമാണ്. അജുവിന് ഞാൻ സ്പെഷ്യലായിട്ട് കൊണ്ടുപോവാണ്. ഓ നോക്കണ്ട നോക്കണ്ട, നീ വണ്ടി എടുക്ക്. മണി 11 ആകത്. എന്നോഹല്ലേ അജു എന്നും കാണമേ. സാർ വിളിച്ചിരുന്നു, 5 മിനിറ്റ് വരും. കൊഞ്ച നാളാവേ അവരുടെ നടപടി ഒന്നും ശരിയില്ലേ. ലേറ്റ് ആയിട്ട് എന്നമോ പ്രശ്നമുണ്ട്. കൊഞ്ച നാളെ അവൻ നല്ല ഉഴപ്പ് സാർ, എന്നൊക്കെ ലേറ്റ്. അതൊന്ന് വിചാരിക്കണം കേട്ടയാ. എന്നാ തെരിയലേ, അവൻ ഇവിടെயே പണിയാണ്ടിരിക്കാറ് കൊഞ്ച നാളാച്ച്. ഇപ്പടിയേ പോണ പാക്ക വേണ്ടി ഇടത്തല പാക്ക വേണ്ടി വരും. അബേ നീ ഒന്ന് ഗവനിക്കണം കേട്ടയാ അവനെ. ഓക്കെ സാർ, പാത്തുക്കലാം. ഇന്നും ലേറ്റ്. എന്തുവാണ് என்னாச்சு என்னாச்சு அந்த லோன் ப்ரொபோசல்? ரொம்ப கிரிட்டிக்கல்னு ஏற்கனவே நான் சொல்லியிருந்தேன் இல்லையா? கொஞ்சம் ஓவர் டைம் எடுத்து செய்யணும் கிடையாது. இன்றைக்கி எப்படியும் கம்ப்ளீட் பண்ணி ஆகணும். நேற்றுக்கே ஏதோ பர்சனல் ப்ராப்ளம்னு கிளம்பிட்டாய். இன்னைக்கு வந்ததும் ரொம்ப லேட்டு. அப்புறம் இது எப்படி கம்ப்ளீட் பண்ணுறது? സാർ ഞാൻ ഒരു 1 hour പ്രോസസ് ചെയ്യാം സാറേ. கொஞ்சம் கூட ரெஸ்பான்சிபிலிட்டி உங்கள்கிட்ட எதிர்பார்த்தேன் கேட்டியா? அபி எப்படி போயிட்டுருக்கு? எல்லாம் முடிஞ்சது சார். இங்கே எல்லாம் நான் பார்த்துக்கிறேன் சார், கவலைப்படவே வேணாம். எவ்வளோ டைம் ஆனாலும் பரவாயில்ல, இந்த ப்ரப்போஸை நான் முடிச்சு தான் இன்றைக்கி போவேன். நம்புங்க சார், நான் இருக்கல, அப்புறம் என்ன பயம்? രാജീവേ ആകെ മടുത്തടാ. വേറെ വല്ല പണിക്കും പോയാലോന്നാ. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാച്ചു.
ഒന്നുമില്ലെങ്കിൽ നമ്മൾ AC റൂമിലിരുന്നല്ലേ പണിയെടുക്കണേ. ഉച്ചയ്ക്കൊന്ന് പുറത്തിറങ്ങി അറിയാം പൊള്ളുന്ന ചൂട്. അതിൽ പണിയെടുക്കുന്ന കുറേ മനുഷ്യർ. രാജീവേ, കമ്മ്യൂണിസം കേൾക്കാനുള്ള മൂടിപ്പോൾ തൽക്കാലില്ല. രണ്ടെണ്ണം അടിക്കാനുള്ള മൂടുണ്ടല്ലോ അല്ലേ? അതാണിപ്പോൾ ആകെ ഒരു ആശ്വാസം. അതും കൂടി ഇല്ലായിരുന്നെങ്കിലേ വട്ടായി പോവായിരുന്നു. അല്ല, നിന്റെ കുട്ടിയുടെ ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ 2-3 ദിവസമായിട്ട്. അല്ലെങ്കിൽ ഫുൾ ടൈം കോണിലായിരിക്കുമല്ലോ നീ. കുട്ടീനെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ള പ്ലാനില്ല. അല്ലെങ്കിൽ ഈ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്നൊക്കെ ഒരു പഴഞ്ച ഏർപ്പാടല്ലേ? ഓ, ന്യൂ ജനറേഷൻ. വേഗം റിപ്പോർട്ട് അടിച്ച് പണി തീർത്തിട്ട് വേണം എനിക്കിറങ്ങാൻ. ഇയാളെ പോലെ വേണം ജീവിക്കാൻ. 10 പൈസയുടെ പണിയെടുക്കില്ല, എന്നിട്ട് കൈയും കാലും പിടിച്ച് പ്രൊമോഷൻ വാങ്ങി പോവുകയും ചെയ്യും. അയാളുടെ ഒരു കച്ചേരി. ആ നിർത്ത് ആ മതി നിർത്ത് ഇപ്പൊ വരാട്ടാ. ഇവനിതെങ്ങോട്ടാ? പോക്കണം കേട്ടവൻ ലോട്ടറി എടുക്കാൻ പോയതായിരിക്കും. അയ്യേ, ലോട്ടറിയാ? ഐ ചിരിക്കണ്ട നീ. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവേ നിറക്കണത് ആദ്യം മദ്യം, പിന്നെ ലോട്ടറി. എന്തായാലും അവ ഇറങ്ങിയതല്ലേ, പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറയായിരുന്നു അല്ലേ? എനിക്ക് വേണ്ട, ഞാൻ ഷുഗർ കട്ടാ. ഷുഗർ കട്ട? ഷുഗർ കട്ട് പറഞ്ഞിട്ട് 4-5 ദിവസം ഒന്നും കഴിക്കില്ല. അത് കഴിഞ്ഞ് എല്ലാം കൂടെ ഒരു ദിവസം വാരി വലിച്ച് തിന്നും. ഇപ്പത്തെ പിള്ളേരുടെ ക്യാരക്ടേ ശരിയല്ല. ക്യാരറ്റല്ല, ക്യാരക്ടർ. ഓ, എന്റെ അറിവിന്റെ നിറകൂടമേ. ഓ, ഒന്നും മിണ്ടാതിരിക്കോ സാറേ? ഒന്ന് വണ്ടി എടുക്കി. என்ன தம்பி, என்ன ஆச்சுடா? லேட்டாக எடுத்து வேலை முடியலையா? ആ സാറേ, കംപ്ലീറ്റ് ആയി. என்னமோ ஆண்டவன் தான் காமாத்தம். இந்த வருஷமாவும் ப்ரொமோஷன் வருமோ? പറയുന്ന കേട്ടാ തോന്നും ഇയാളെല്ലാം ചെയ്തെന്ന്. ഇന്ന് രാത്രി അടി, നാളെ രാവിലെ അടി, നാളെ രാത്രി അടി, പിന്നെ അടി ഓടടി. സാറേ, എന്നൊക്കെ വീക്കെൻഡ് ആകും. എന്നാ പരിപാടി? എങ്ങനെയോ പ്രോസസ് ചെയ്ത് തീർത്ത്. സാങ്ഷൻ ചെയ്തതിന് മുമ്പ് നോക്കിയിട്ടില്ല ഒന്നുകൂടെ? ഞാൻ നോക്കി, കുഴപ്പമില്ല. ഇനി അങ്ങേരുടെ കയ്യിൽ കിട്ടി എന്താ പറയുന്ന അറിയില്ല. അയ്യോ, എന്താടാ, എന്തു പറ്റി?